15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന. വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തിലെ അംഗങ്ങളായിട്ടുള്ള അവരുടെ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന അവസരത്തിൽ നമ്മൾ ജമാഅത്തിൻ്റെ ഇവിടെ ഈ മദ്രസാങ്കണത്തിൽ വിളിച്ച് ഒരു ആദരം അർപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അത് വർഷങ്ങളായിട്ട് ജമാഅത്തിൻ്റെ തന്നെ കീഴിലുള്ളൊരു സർവീസ് സംഘടനയാണ് ജമാഅത്ത് സർവീസ് യൂണിറ്റ്. അതാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങൾ നിർമ്മിക്കാനോ അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? അല്ല, അത് ഞങ്ങളുടെ ജമാഅത്തിൻ്റെ ഒരു പരിഗണനയിലുള്ളൊരു വിഷയമാണ്. ജമാഅത്തിൻ്റെ കീഴിലൊരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു ഐഡിയയിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് ഉടനടി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലൂന്നി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഏറ്റവും നല്ല മികച്ച വിദ്യാർത്ഥികളാണ് ഫുൾ A+, A1 കരസ്ഥമാക്കും. ഡോക്ടർമാർ, LLB പാസ്സായവർ, മറ്റുള്ള ഡിഗ്രി, പാരാമെഡിക്കൽ എല്ലാത്തിലും പ്രഗത്ഭന്മാരെല്ലാവരും ഇപ്പം ഇന്ന് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണോണ്ട് ആ രീതിയിൽ അവർ അത് ഉയരണമുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടെ ഫ്രീ ആയിട്ട് തന്നെ, ഫ്രീ സർവീസാണ്. ഞങ്ങളുടെ മഹലിലെ ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വിവരം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെയോ സർവീസ് യൂണിറ്റ് ഭാരവാഹികളെയോ ആരെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് മറവാടുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകൾക്കും ജമാഅത്ത് സർവീസ് യൂണിറ്റ് വഹിക്കുകയും അതോടൊപ്പം തന്നെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രാരംഭം മുതൽ അന്ത്യം വരെയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യും. മഹല്ലുകളെല്ലാം അപേക്ഷിച്ച് വളരെ മാതൃകായോഗ്യമായ ഒരു പ്രവർത്തനമാണ് മേത്താനം മുസ്ലിം ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലയളവിൽ കഴിഞ്ഞുപോയ കാലങ്ങളിലെല്ലാം നടത്തിയതിനേക്കാൾ ഓരോ കൊല്ലം തോറും മികച്ച് വിജയിച്ച് പുരോഗതിയുടെ നല്ല മാർക്കുള്ള നിലയിലുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ജീവിത വിജയം കരസ്ഥമാക്കണമെന്നും സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ CS ഷാഹുൽ ഹമീദ് അഭിപ്രായപ്പെട്ടു. മേത്താനം ജുമാ മസ്ജിദിന്റെയും സർവീസ് യൂണിറ്റ് വെൽഫെയർ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നവനിർമ്മിതികളിൽ പങ്കാളിയാക്കുവാനും സാമൂഹ്യ തിന്മകൾക്കെതിരായി പ്രവർത്തിക്കുവാനും വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ മനാഫ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും കഴിവിനെക്കുറിച്ചും പുതിയ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജോബി തോമസ് ക്ലാസിന് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഡോക്ടർ CM ഹൈദരലി നിർവഹിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നൌഷാദ്, സർവീസ് പ്രസിഡന്റ് KP മുഹമ്മദ് ഇക്ബാൽ, ഖത്തീബ് മുഹമ്മദ് മുഹ്സിൻ സക്കാഫി, അസിസ്റ്റന്റ് ഇമാം ജമാൽ സക്കാഫി, ഫൈസൽ കാസിം, CP ശിഹാബ്, പ്രിൻസിപ്പൽ പ്രൊഫസർ അബ്ദുൽ ജലീൽ, KK സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജമാഅത്തിൽ നിന്നും 2 ഡോക്ടർമാരെയും 1 എഞ്ചിനീയർക്കും മറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ നൽകി ആദരിച്ചു. എത്ര കഷ്ടപ്പെട്ടാലും അവർക്ക് നല്ല ഒരു വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിലാണ് ഇന്നത്തെ കേരള സമൂഹം എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അത്തരം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള സാമൂഹിക വിപത്തുകളും നാം നേരിടേണ്ടി വരുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും പോലെയുള്ള പല സാമൂഹിക വിപത്തുകളും ഇന്ന് യുവതലമുറയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അറിവ് നേടി ഒരു ജോലി നേടുക എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. വിദ്യാഭ്യാസം എന്നുള്ളത് പഴയതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പഠിക്കുക, ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് മാറുക എന്നതിൽ നിന്ന് മാറി നമ്മുടെ സമൂഹത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ പിന്നെ അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ നമുക്കിപ്പോൾ സ്വന്തമായി ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CFA അമേരിക്കൻ കോഴ്സാണ് CFA, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്.
ലെവലുകളാണ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇവിടെ ആ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. അപ്പോ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോ ഈ റിവാർഡ് സിസ്റ്റം ഓഫ് ബ്രെയിന് സ്റ്റോപ്പ് കൊടുക്കാൻ 3 കാര്യങ്ങൾ: 1, നല്ല വിശ്വാസിയായിരിക്കുക; 2, മനസ്സ് നിയന്ത്രിക്കുക; 3, ലക്ഷ്യബോധമുള്ളതാക്കി മാറ്റുക. മക്കളായി ഈ രീതിയിൽ വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ഈ 3 ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം നടത്തിപ്പോരുന്ന ഈ വിദ്യാഭ്യാസം നമുക്കറിയാം. ഓരോ വർഷവും നമ്മളുടെ കുട്ടികൾ വിവിധങ്ങളായ മേഖലകളിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ജമാഅത്ത് സൊസൈറ്റിക്ക് കീഴിൽ എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഒന്നാമതായി ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി ഇന്ന് ഇവിടെ സമ്മാനങ്ങളും ആദരവുകളും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസരമാണ് 10th, അതോടൊപ്പം തന്നെ +2. പഠിച്ച് നല്ല നിലയിൽ ആകുവാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ. 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ മഹലിൽ ആദ്യമായി ഒരു ഡോക്ടർ ഉണ്ടായത് ഡോക്ടർ CM ഹൈദരാലി അവർകളാണ്. അതിന് ശേഷം വളരെ അടുത്ത കാലത്താണ് മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ? മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയെ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ